അത് ശാരികയുടെ ബില്ലടയ്ക്കാൻ പറഞ്ഞിരുന്നു. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബില്ലടച്ചതാണല്ലോ. ബില്ലടച്ചെന്നോ? ആരടച്ചെന്നായി പറയുന്നത്? ആരാണ് അടച്ചതെന്നൊന്നും അറിയില്ല. 5 മിനിറ്റ് മുമ്പ് അടച്ചത്. അതിപ്പോ ആരായിരിക്കും? അല്ല, ഒരു സ്ത്രീയാണോ വന്നടച്ചത്? അല്ല, ഒരാണ്. അയാൾ കുറച്ചു മുമ്പ് വരെ അവിടെ ഫോൺ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നാലും അത് ആരായിരിക്കും? ആരോ പണം അടച്ചെന്നാണല്ലോ മോളെ അവര് പറയുന്നത്. ഇനിയിപ്പോ രാജുവിന്റെ വീട്ടുകാരോ മറ്റോ? അച്ഛൻ എന്ത് വർത്തമാനം ഈ പറയുന്നത്? എന്നെ ഭ്രാന്തിയാക്കാൻ നടക്കുന്നവര് ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കുന്നോ? പിന്നെ ബില്ലടിച്ചതാരാ? എങ്ങനെയുണ്ട് ഇപ്പോ? മോള് ഇൻക്യുബേറ്ററില്ല. അല്ല, ശാലിനി മേഡം പറഞ്ഞപ്പോ. നീയാണോടാ ബില്ലടിച്ചത്? അതെ. നീ ആരോടാ ഇവളെ കെട്ടിയനോ അതോ എന്റെ ജാരസന്തതിയോ? ഇത്ര വലിയ തുക ഇങ്ങനെ കൊണ്ട് അടയ്ക്കാനായിട്ട്? അതിന് ഏടത്തിയമ്മയുടെ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് സ്വന്തം പോക്കറ്റിന് ഇത്രയും വലിയ തുകയെടുത്ത് സഹായിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധമില്ലാതിരിക്കുമോ? എന്നെ സംശയിക്കണ്ട. നിങ്ങളുമായി ബന്ധമുള്ള ആള് തന്നെയാണ് പണം അടയ്ക്കാനായി എന്റെ തന്നുവിട്ടത്. തന്നുവിട്ടു എന്ന് പറയുന്നല്ലാതെ ആരാ തന്നുവിട്ടെന്ന് ഇപ്പോഴും പറയുന്നില്ലല്ലോ. അച്ഛാ, ശാലിനിയാ കാശ് കൊടുത്തു വിട്ടത്. ശാലിനിയോ? അവളുടെ കാശ് ഇവിടെ ആർക്കും വേണ്ട. എന്ത് ദയറ്റടാ നീ അവള് തന്ന കാശുമായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത്? ഏട്ടത്തേമ്മ പറഞ്ഞു, ഞാൻ വന്ന് അടച്ചു. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇറങ്ങടാ വെളിയില്. അച്ഛാ, കമലൻ നമ്മളെ സഹായിക്കാൻ വന്നതല്ലേ? ഒരാളും എന്നെ സഹായിക്കണ്ട. ഒരു മക്കളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ ഇവനെപ്പോലുള്ളവർ പറഞ്ഞു നടക്കും മകളുടെ പ്രസവത്തിനുള്ള കാശ് പോലും ഒപ്പിക്കാൻ ഗതിയില്ലാത്ത ഒരു തെണ്ടിയായ അച്ഛനാണ് ഞാനെന്ന്. നീ എന്തായാലും ദൂതന്റെ റോളും കൊണ്ട് വന്നതല്ലേ, അപ്പൊ ചെന്ന് പറഞ്ഞേക്കണം അവളുടെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ടെന്ന്. ഇതാ, ഇത് കൊണ്ടുപോയി കൊടുത്തേക്കണം. എന്നിട്ട് പലിശ വേണമെങ്കിൽ ഒരു ദിവസത്തെ പലിശ തന്നേക്കാന്ന് പറയണം. എനിക്ക് പറയാനും നേരമില്ല, ഒന്നും തിരിച്ചു കൊണ്ട് കൊടുക്കാനും പറ്റില്ല. പിന്നെ കൊണ്ടുവന്ന് തരാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഇനി ഏട്ടത്തേമ്മയ്ക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം നിർബന്ധമാണെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തോ. അപ്പൊ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്യാലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തിട്ടുണ്ട്. കാശ് കൊടുത്തുവിട്ട് അവൾ എന്നെ വിലക്കെടുക്കാൻ നോക്കുക. അവക്കെന്നെ അറിയില്ല.